മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ചലാൻ അദാലത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ തീർപ്പാക്കിയത് തിരുരങ്ങാടി 543 വാഹന ഉടമകളുടെ 609 ഈ ചലാൻ തീർപ്പാക്കി. തിരുരങ്ങാടി സബ് ആർടി ഓഫീസിൽ സംഘടിപ്പിച്ച ഈ ചലാൻ അദാലത്ത് പൊതുജനങ്ങൾക്ക് ആശ്വാസമായി. രാവിലെ 10-ന് ആരംഭിച്ച അദാലത്ത് തിരക്ക് കാരണം വൈകുന്നേരം 7:30-നാണ് സമാപിച്ചത്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട തയ്യാറാക്കിയിട്ടുള്ള ചലാനുകളും AI ക്യാമറ ഫൈനുകളും ഓൺലൈനായി അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. പിഴയടക്കാനായി വാഹനോടമകളുടെ ഒഴുക്കായിരുന്നു തിരുരങ്ങാടി സബ് ആർടി ഓഫീസിൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും പിഴ അടക്കുന്നതിനുമായി വിപുലമായ സൗകര്യം തന്നെ തിരുരങ്ങാടി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ടർ ഓഫീസർ ഡി വേണുകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. പിഴ അടക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ 8-ഉം പോലീസിന്റെ 2 കൗണ്ടറുകളുമാണ് ഒരേ സമയം പ്രവർത്തിച്ചത്. ഒരു ടോക്കൺ കൗണ്ടറും ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിരുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ തീർപ്പാക്കിയത് തിരുരങ്ങാടിയിലാണ്. അദാലത്തിൽ 543 വാഹന ഉടമകളുടെ 609 ഈ ചലാൻ കേസുകൾ തീർപ്പാക്കി. അദാലത്ത് വലിയ വിജയമായിരിക്കുകയാണെന്ന് തിരുരങ്ങാടി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞു. ഈ ചലാൻ അദാലത്ത് വിജയപ്രദമായി തീർന്നു. അതിൽ മീഡിയയുടെ എല്ലാം സപ്പോർട്ടുണ്ട്. നല്ല രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് മാക്സിമം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നത്. അത്തരത്തിൽ പൊതുജനങ്ങൾക്കൊരു പ്രയോജനകരമായി ഈ അദാലത്ത് മാറിയത്. അടുത്ത അദാലത്തിന് നമ്മൾ സംഘടിപ്പിക്കും. ഈ ജനങ്ങളുടെ ഈ റെസ്പോൺസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അദാലത്തും കൂടെ ഏപ്രിൽ സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. ഈ ചലാൻ അടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്കും പ്രവാസികളായതുമൂലം ഈ ചലാൻ മെസ്സേജ് വരാൻ സാധിക്കാതെ പോയവർക്കും ഈ ചലാൻ അടക്കാൻ പറ്റാതെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും അദാലത്തിലൂടെ കഴിഞ്ഞത് വാഹനോടമകൾക്ക് ആശ്വാസമായി. വാഹനോടമകളുടെ പ്രയാസം കണക്കിലെടുത്ത ചലാനുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഏപ്രിൽ മാസത്തിലും അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് ജോയിന്റ് RTO ഡി വേണുകുമാർ പറഞ്ഞു. കേരള വിഷൻ, തിരുരങ്ങാടി.